അണ്വായുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്പുഷ്ടീകരിച്ച യുറേനിയ ശേഖരം കൈമാറാൻ ഇറാൻ തയ്യാറായി എന്ന് അറിയിച്ചതായും ട്രംപ് പറയുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉടൻ ഉണ്ടാകുമെന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ച ഈ ആഴ്ച തന്നെ നടക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. The big thing we have to do is we have to make sure that Iran does not have a nuclear weapon, because if they do, you want to talk about problems, you'd have problems. So very important is that Iran does not have a nuclear weapon, and they've agreed to that. Iran's agreed to that, and they've agreed to it very powerfully. They've agreed to give us back the nuclear dust that's way underground because of the attack we made with the B-2 bomber. So we have a lot of agreement with Iran, and I think something's going to happen very positive. അതേസമയം ഇറാനെ തങ്ങളുടെ പ്രധാന ശത്രുവായാണ് കാണുന്നതെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവായ അൻവർ ഗർഗാഷ് പ്രതികരിച്ചു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. മധു, ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ആദ്യമായി അല്ല. ഇറാൻ ഇത്തരത്തിലൊരു ഉറപ്പ് നൽകി എന്ന് ട്രംപ് പറയുമ്പോൾ അത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് പറയുന്നത്, നമുക്കതിനെ തള്ളിക്കളയാനാകില്ല. ഇതിൽ ഇറാന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? അമേരിക്ക അങ്ങനെ ഇപ്പോൾ ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ചുള്ള ആ ഒരു തീരുമാനം നടത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതിൽ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ? എന്താണ് ഇത് സംബന്ധിച്ച് ട്രംപിന്റെ പ്രതികരണം? മോർണിംഗ് പ്രവിത. ഈ കഴിഞ്ഞ വർഷം നമുക്കറിയാം US അതുപോലെ ഇസ്രായേൽ സംയുക്തമായിട്ട് B-2 ബോംബർ ആക്രമണത്തിൽ തകർത്ത ഇറാനിയന്റെ ആണവ കേന്ദ്രങ്ങൾ, ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവശേഷിക്കുന്ന കുറച്ച് ആണവ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡസ്റ്റ് എന്നുള്ള വേർഡാണ് ഡൊണാൾഡ് ട്രംപ് ഇതിന് ഉപയോഗിച്ചത്. അത് വിട്ടു നൽകുവാൻ ഇറാൻ സമ്മതിച്ചതായിട്ടാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ലാസ് വേഗസിലേക്ക് പോകും മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു വൈറ്റ് ഹൗസിന് മുമ്പിൽ. ഇപ്പോൾ അദ്ദേഹം ലാസ് വേഗസിൽ എത്തിയിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള ഒരു സ്ഥിരീകരണം അല്പം മിനിറ്റുകൾക്ക് മുമ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ ധാരണയെക്കുറിച്ച് ഇറാനോ അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കുന്ന പല രാജ്യങ്ങളുണ്ട്, അവരൊന്നും ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു പ്രതികരണം നൽകിയിട്ടില്ല. എന്നാലും ചില സോഴ്സുകൾ പറയുന്നത് ഇറാൻ അയഞ്ഞു വരുന്നുണ്ട്. അതായത് നേരത്തെ അവർ 5 വർഷം എന്നാണ് പറഞ്ഞത്, അമേരിക്ക 20 വർഷത്തെ ഈ ആണവ നിർമ്മാണത്തിൽ നിന്ന് മാറണമെന്നാണ് പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ ഭാഗത്തു നിന്ന് കപ്പലുകൾ വിട്ടു നൽകാമെന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇറാൻ ഒരു വശത്ത് അയഞ്ഞു വരുന്നുണ്ട്. ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഇനി എന്താണ് തടസ്സമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നാണ് ട്രംപിന്റെ മറുപടി. പക്ഷേ കാര്യങ്ങൾ വളരെ സ്പീഡിലാണ് ഇപ്പോൾ നീങ്ങുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതായത് അടുത്ത 20 വർഷത്തേക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്തതായിട്ടും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു കരാറിലെത്താൻ പറ്റും എന്നാണ് കരുതുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. അതുമാത്രമല്ല, പാകിസ്ഥാനിൽ ഈ സമാധാന കരാർ ഒപ്പിടുകയാണെങ്കിൽ അദ്ദേഹം പാകിസ്ഥാൻ നേരിട്ട് സന്ദർശിച്ച് ഈ കരാറിൽ ഒപ്പിടുമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. അടുത്തയാഴ്ചയാണ് ഇപ്പോഴത്തെ ഈ US ഇറാൻ വെടിനിർത്തൽ അവസാനിക്കാൻ പോകുന്നത്. അതിന്റെ കാലാവധി വേണ്ടി വന്നാൽ നീട്ടാൻ താൻ തയ്യാറാണെന്നും ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുക്കുവാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് പിന്നീട് ഈ വൈറ്റ് ഹൗസിനോട് മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും ഒരു ഔദ്യോഗിക പ്രതികരണം വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പ്രവിധ, അതേസമയം ഈ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങളെ ഇറാൻ ഇന്ന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സഭ അംബാസിഡർ അമീർ സയ്യിദ് ഇർവാനിയാണ് ഇന്ന് ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുമ്പോൾ ഇത് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് നയതന്ത്ര രംഗത്ത് അമേരിക്ക ആവർത്തിച്ച് നടത്തുന്ന വഞ്ചനകൾ കാരണം ചില അവിശ്വാസമുണ്ട്, എങ്കിലും പൂർണ്ണ വിശ്വാസത്തോടായിരിക്കും തുടർ ചർച്ചകളിൽ പങ്കെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അതേസമയം UAE-യിൽ നിന്ന് അതിശക്തമായിട്ട് ഇറാനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം വന്നിരിക്കുകയാണ്. അതായത് ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത് ഇറാനാണ്. ആ കാരണത്താൽ തന്നെ അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നും അവരെ ഒരു പ്രധാന ശത്രുവായിട്ടാണ് കാണുന്നതെന്നും ദുബായ് പ്രസ് ക്ലബിൽ ഇന്ന് മാധ്യമ സമ്മേളനത്തിൽ ഇന്നലെ UAE പ്രസിഡന്റ് നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷാണ് ഇറാനെതിരെ ഇത് ഇത്ര ശക്തമായ ഒരു നിലപാടെടുത്ത് പറഞ്ഞത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചും ഡ്രോണുകളെ കുറിച്ചും UAE-ക്ക് ആശങ്കയുണ്ടെന്നും ഗർഗാഷ് പറഞ്ഞു. അത് മാത്രമല്ല, യുദ്ധക്കെടുതികൾക്ക് ഇറാൻ ഗ്യാരണ്ടി നഷ്ടപരിഹാരവും ഒക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ ഭയം കൊണ്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്നുള്ള ഒരു ഉറപ്പ് UAE-യും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രവിധ. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.